പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടെങ്കിലും സിമ്പിൾ പ്രോബ്ലംസേ ചോദിക്കോളൂ 6ാമത്തെ മൊഡ്യൂളിൽ. അഥവാ ചോദിക്കണമെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ തിയറി പാർട്ടിലേക്ക് പോവാം. ആറാമത്തെ മൊഡ്യൂളിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള തിയറി പോർഷൻസ് ഇത്രയും ഭാഗങ്ങളാണ്. റൂം എയർ കണ്ടീഷണർ, സാധാരണ നമ്മളെ റൂമിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണർ, പിന്നെ സ്പ്ലിറ്റ് എ സിയും പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ്ങും, പിന്നെ ഓൾ എയർ സിസ്റ്റം, ചിൽഡ് വാട്ടർ സിസ്റ്റം, വിന്റർ എയർ കണ്ടീഷനിങ്. വിന്ററിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. പ്രോബ്ലത്തിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ എന്താ പരിപാടി നടക്കുന്നതെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹീറ്റിംഗ് സിസ്റ്റം, എന്തൊക്കെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്നുള്ളത്. പിന്നെ ഹ്യൂമിഡിഫയറിനെ പറ്റി പഠിക്കാണ്ട്. പിന്നെയുള്ളതാണ് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതായത് എല്ലാ വർഷവും ഉപയോഗിക്കാൻ പറ്റുന്ന എ സി എങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. പിന്നെ തെർമോസ്റ്റാറ്റ്, ഹ്യൂമിഡിസ്റ്റാറ്റും എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇങ്ങനത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒന്നാമത് പഠിക്കാനുള്ളത് നമ്മളെ വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്ത സിസ്റ്റമാണ് വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് അതിൻ്റെ കമ്പോണൻസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു മിനിറ്റ്. വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒന്നുമില്ല, അതിൽ ഫിഗർ വരക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാം. അതായിരുന്നു വിൻഡോ എയർ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അപ്പോൾ വിൻഡോ എയർ കണ്ടീഷനിങ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മളെ ഇന്ത്യയിൽ മാത്രം പക്ഷേ ഈ വിൻഡോ എയർ കണ്ടീഷനിങ് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചുമര് തുളച്ചിട്ടൊക്കെയാണ് ഫിറ്റ് ചെയ്യല്. എനിക്ക് അങ്ങനെയല്ല വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഫിറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ കാണാൻ പറ്റുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വിൻഡോനകത്ത് തന്നെ നമ്മൾ സ്ലൈഡിങ് വിൻഡോനകത്ത് നമ്മൾ സാധാരണ ഫിറ്റ് ചെയ്യാറ്. പുറം രാജ്യക്കാരൊക്കെ പണ്ട് ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. നമ്മളെ വിൻഡോ ഇല്ലേ, നമ്മൾ മുകളിലോട്ടേക്ക് പൊക്കാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു വിൻഡോ വെച്ചിട്ട് അതിൻ്റെ അകത്തായിരുന്നു ഇത് ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പേര് പറഞ്ഞത്. നമ്മൾ ഇന്ത്യക്കാർ മിക്കവാറും ആൾക്കാരൊക്കെ പണ്ട് കാലത്ത് ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ ചുമര് തുളച്ചിട്ട് ഈ ഫുൾ എക്യുപ്മെന്റ് അവിടെ വെച്ചെടുക്കലായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള സൈഡ് വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു കളർ മാറ്റാനല്ലോ, ഒരു സെക്കൻഡ്. കളർ റെഡിലേക്ക് മാറട്ടെ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഔട്ട്ഡോർ ഇൻഡോർ എന്ന് പറഞ്ഞിട്ട് 2 യൂണിറ്റുകളാണ് ഉള്ളത്. അതിന്റെ നടുവിൽ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മളെ വോള്. ഓക്കെ, 2 യൂണിറ്റുകളാണ് ഉള്ളത്. പക്ഷെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഈ വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു പെട്ടിയായിട്ടാണ് കാണാം. ഒരു വലിയൊരു ബോക്സ്, ഒരു റെക്ടാങ്കുലർ ബോക്സ് കണ്ടതായിരിക്കും എല്ലാവരും. ഇങ്ങനെ ഒരു വലിയൊരു പെട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ 2 യൂണിറ്റ് ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നോക്കാം. കമ്പോണൻസ് ഒക്കെ സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മളെ വിൻഡോ എ സിന്റെ ഐറ്റംസ് വരുന്നത്. എന്തൊക്കെയുള്ളത് നോക്കിക്കോ. വലിയൊരു ഫിഗർ ആണ്. തൽക്കാലം ഞാൻ മറ്റേതിൻ്റെ അകത്ത് തന്നെ വരച്ചു തരാം, നല്ലത്. ഇതിൽ തന്നെ നമുക്ക് വരക്കാം. ഇൻഡോർ യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിന്റെ ഉള്ളിലത്തെ, റൂമിന്റെ ഉള്ളിലത്തെ അവസ്ഥ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലെ ഫിഗറിൽ കാണുന്നത് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഇവാപ്പറേറ്റർ കോയിൽ ഉണ്ടാവും. ഇവാപ്പറേറ്റർ ഉണ്ട്. പിന്നെ നമ്മളുടെ എക്സ്പാൻഷൻ വാൾവ്. ഈ 2 ഐറ്റംസ് ഉണ്ടാവുക ഇൻഡോർ യൂണിറ്റിലാണ്. എക്സ്പാൻഷൻ വാൾവും ഇവാപ്പറേറ്ററും.
ഈ രണ്ട് ഐറ്റവും ഇവിടെ ഉണ്ടാകുക. എക്സ്പാൻഷൻ വാൾവിന്റെ തൊട്ട് മുന്നിലുള്ള സാധനം എന്തത്? നമ്മളുടെ കണ്ടൻസർ എന്ന് പറയുന്നത്. പിന്നെ കണ്ടൻസർ കഴിഞ്ഞിട്ട് നമ്മളുടെ കംപ്രസർ. ഇതാണ് ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള 4 എക്യുപ്മെന്റ്സ്. ഇത് കംപ്രസർ ആണെന്ന് വിചാരിക്കും. കംപ്രസർ ഇവിടെ ഇല്ലാന്ന്, കണ്ടൻസർ. പിന്നെ ഉള്ളത് 2 ഫാനാണ്. ഒന്ന് ഇവിടെ ഉണ്ടാവും, ഇവിടെ ഒരു ഫാൻ ഉണ്ടാവും. അതേപോലെ തന്നെ കണ്ടൻസറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫാൻ ഉണ്ടാവും. അങ്ങനെ 2 ഫാനുകൾ വന്നുണ്ടാവുക. അപ്പം വർക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ സെയിം ആണ്. കംപ്രസർ വർക്ക് ചെയ്യും. കംപ്രസറിൻ്റെ അകത്തുനിന്ന് അത് നേരെ കണ്ടൻസറിലേക്ക് പോകും. കണ്ടൻസറിൻ്റെ അകത്തേക്ക് റെഫ്രിജറന്റ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? റെഫ്രിജറന്റ് തണുക്കാൻ തുടങ്ങും. പ്രഷർ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് നേരെ എക്സ്പാൻഷൻ വാൾവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രഷറും കുറയും, ടെമ്പറേച്ചറും കുറയും. അങ്ങനെ പ്രഷറും ടെമ്പറേച്ചറും കുറഞ്ഞ റെഫ്രിജറന്റ് ആണ് നമ്മൾ ഇവാപ്പറേറ്ററിലേക്ക് എത്തുക. ഇവാപ്പറേറ്ററിൽ നിന്ന് തിരിച്ചത് നമ്മളെ ഇതിനകത്തുള്ള ചൂടൊക്കെ വലിച്ചെടുത്ത് തിരിച്ച് കംപ്രസറിലേക്ക് തന്നെ പോകും. നമ്മളെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. കംപ്രസറിൻ്റെ അകത്ത് നടക്കുക ഐസെൻട്രോപ്പിക് ആയിരിക്കും, ഐസെൻട്രോപ്പിക് കംപ്രഷൻ. കണ്ടൻസറിൻ്റെ അകത്ത് ഐസോബാറിക് ഹീറ്റ് റിജക്ഷൻ. അതേപോലെ തന്നെ എക്സ്പാൻഷൻ വാൾവിൻ്റെ അകത്ത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ. പിന്നെ ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് ഐസോബാറിക് ഹീറ്റ് അബ്സോർപ്ഷൻ. ഈ 4 പ്രോസസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിലൊന്നും വ്യത്യാസമില്ല. നമുക്കിത് രണ്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ആകെയുള്ള വ്യത്യാസം നമ്മളെ വോളിൻ്റെ ഉൾഭാഗം, നമ്മളെ റൂമിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക ഇവാപ്പറേറ്ററും എക്സ്പാൻഷൻ വാൾവും ആയിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക, റൂമിൻ്റെ ഉള്ളിൽ. നമ്മളെ വീട്ടിൻ്റെ പുറം വശം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുക കണ്ടൻസറും കംപ്രസറും ആയിരിക്കും. ഇനി ഈ 2 ഫാനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എന്താണ്? നമ്മൾ എടുക്കുന്ന എയറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക. ഈ എയർ നമ്മൾ ഇവാപ്പറേറ്ററിലേക്ക് എത്തുമ്പോഴേക്ക് എന്താവും? ഇവാപ്പറേറ്ററിൻ്റെ അകത്തുള്ള തണുത്ത റെഫ്രിജറന്റ് അകത്തുനിന്ന് തണുപ്പ് വലിച്ചെടുത്തിട്ട് അതായിരിക്കും നമുക്ക് റൂമിൽ സപ്ലൈ ചെയ്ത് തരിക. അതാണ് ഇവിടുത്തെ പ്രോസസ്സ്, എയർ കണ്ടീഷനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കണ്ടൻസറിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്തായിരിക്കും? കണ്ടൻസറിൻ്റെ അടുക്ക് ഒരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ റൂമിൻ്റെ ഉള്ളിലത്തെ എയറിനെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്തിട്ട് നമ്മളെ കണ്ടൻസറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഫാന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും പ്രോസസ്സുകളാണ് വിൻഡോ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത് ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എഫിഷ്യൻസി കുറവാണ്, ടൺ ഓഫ് റെഫ്രിജറേഷൻ ഒക്കെ കുറവാണ്. ഇതെല്ലാം കൂടി ഒറ്റ യൂണിറ്റിൽ വരുന്നതുകൊണ്ട് കംപ്രസറിൻ്റെയും കണ്ടൻസറിൻ്റെ അകത്തുള്ളയും ചൂട് നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ യൂണിറ്റിലല്ലേ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യാത്തത്. ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ, നമ്മൾ ഒമിനി കാറൊക്കെ ഇല്ലേ, ഒമിനി കാറിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ടാണ് ഒമിനി കാറിന്റെ ഉള്ളിൽ AC ഫിറ്റ് ചെയ്യാത്തത്. കാരണം അതിന്റെ എൻജിൻ വരുന്നത് ഡ്രൈവർ ക്യാബിന്റെ ഉള്ളിൽ തന്നെയാണ്. ഉള്ളു ഒച്ച നീ വല്ല സിനിമത്തിന്റെ കഥകളാണുള്ളത്. അക്ഷയ് എന്താണ് ഫുള്ള് ഒച്ച? അപ്പൊ ഞാൻ ഒമിനി കാറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ അത് AC പറ്റിയിട്ട് പറയുന്ന എക്സാമ്പിൾ അല്ല. നമ്മളെ ഒമിനി കാറിന്റെ അകത്ത് ഉള്ളിൽ തന്നെ എഞ്ചിനൊക്കെ ഉള്ളത് അല്ലേ, ഡ്രൈവർ ക്യാബിന്റെ തൊട്ട് സൈഡിൽ തന്നെ എഞ്ചിൻ ഉള്ളത്, നമ്മളെ ബസ്സിന്റെ ഒക്കെ എഞ്ചിൻ പോലെ. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം വെക്കാത്തത്. ഒമിനി കാറിനുള്ളിൽ AC ഒന്നും ഉണ്ടാവില്ല. അതിന്റെ മെയിൻ റീസൺ അതാ, എഞ്ചിൻ്റെ അകത്തുള്ള ചൂട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, റൂമിൻ്റെ ഉള്ളിൽ, നമ്മളെ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതേ സെറ്റപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം കൂടി ഹൗസ് ചെയ്തിട്ടുള്ളത്, എല്ലാത്തിനെയും കൂടി നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ളത് ഒരൊറ്റ യൂണിറ്റിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് AC-ൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന തണുപ്പിന്റെ എഫക്റ്റീവ്നെസ് കുറവായിരിക്കും, അല്ലെ ടൺ ഓഫ് റെഫ്രിജറേഷൻ TR എന്ന് പറഞ്ഞ സാധനം കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിനായിട്ട് എയർ കണ്ടീഷനിങ്ങിന്റെ ഇതാണ്. ടൺ ഓഫ് റെഫ്രിജറേഷൻ കുറവായിരിക്കും. പിന്നെ മാത്രമല്ല നമ്മൾ ചുമരൊക്കെ തുളച്ചിട്ട് കാണാനും വൃത്തി ഉണ്ടാവില്ല, എസ്തെറ്റിക് ലുക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കാത്തത്, ഈ ഒരു സാധനത്തിനെ ഇപ്പോഴത്തെ കേസിൽ യൂസ് ചെയ്യാത്തത്. ഇതിന് പകരമാണ് നമ്മളിപ്പം പുതിയ ലേറ്റസ്റ്റ് മോഡലായ സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ,
നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കമ്പണൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം, ഓടിച്ചു വിടാം. ഒന്നുള്ളത് ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയെ. അവിടെ നിങ്ങൾക്ക് ഇവാപ്പറേറ്റർ കോയിൽ പോകുന്നതാണ്. ഇവാപ്പറേറ്റർ കോയിൽ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇവാപ്പറേറ്റർ കോയിൽ കംപ്രസറും കണ്ടൻസറും കാണുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. നിങ്ങൾക്ക് ഔട്ട്ഡോർ സ്ഥലത്താണ് നമ്മളെ കണ്ടൻസറും കംപ്രസറും ഫിറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടിനും ഓരോരോ സെപ്പറേറ്റ് ഫാൻ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്ത് കാണാം. ഡയറക്റ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാണ്ട് നിന്നതാണ്. ഇത് ഒറ്റ മോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാത്ത അവസ്ഥയായിരിക്കും. ഇനി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടും. റൈറ്റ് സൈഡ് കാണുന്ന ഫിഗർ ഒന്ന് സൂം ചെയ്ത് നോക്കുക. ഇതിൻ്റെ കണ്ടൻസർ കോയിൽ ഔട്ട് സൈഡ് ഓഫ് റൂമിലാണ് ഉള്ളത്. അതേപോലെ തന്നെ കംപ്രസർ എന്ന് പറഞ്ഞ സാധനവും റൂമിൻ്റെ പുറത്താണ് ഉള്ളത്. രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഫാൻ തന്നെയാണ്. പക്ഷേങ്കിൽ രണ്ട് സെപ്പറേറ്റ് ലീഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്വേർഡ് മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്, എയറിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് എയറിനെ ഉള്ളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡിന്റെ സെറ്റപ്പ് മാത്രം മാറ്റിയെന്നേ ഉള്ളൂ. ബാക്കി വർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ്. നമുക്കുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ. മെയിനായിട്ട് എന്താ ചെയ്യുന്നത്, നമ്മളെ വരുന്ന എയറിനെ റെഫ്രിജറൻറ്റുമായിട്ട് മിക്സ് ആക്കിയിട്ട് തണുപ്പിച്ചിട്ട് നമ്മളെ റൂമിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുക. ഫാൻ അല്ലെ ബ്ലോവർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളെ റൂമിൻ്റെ ഉള്ളിലേക്കുള്ള എയറിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എവിടെയും കാപ്പിലറി ട്യൂബ് ഉണ്ട്, അതാണ് എക്സ്പാൻഷൻ വാൾവായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓപ്പറേഷണൽ പാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതിനാണ് ഓപ്പറേഷൻ പാനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ തെർമോസ്റ്റാറ്റ് എന്തിനാണെന്നൊക്കെ അറിയാം. ടെമ്പറേച്ചർ നമുക്കൊന്ന് ഫിക്സ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അഥവാ നമ്മളെ റൂമിലെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അന്നേരം തന്നെ കംപ്രസർ ഷട്ട് ഡൗൺ ആവും. പിന്നെ എപ്പോഴാണോ റൂമിലെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരുന്നത് അന്നേരത്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ആയിക്കോളും. ടെമ്പറേച്ചർ കൺട്രോളിങ് യൂണിറ്റ് ആണ് നമ്മൾ തെർമോസ്റ്റാറ്റ് എന്നുകൊണ്ട് പറയുന്നത്. പിന്നെ ഫിൽട്ടർ എന്തിനാണെന്നറിയാലോ, മോയ്സ്ചറിനെയും ഇതിനെയൊക്കെ ഡസ്റ്റും മോയ്സ്ചറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ ഡ്രെയിൻ പാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവാപ്പറേറ്ററിൻ്റെ അകത്തുനിന്ന് വെള്ളത്തുള്ളികൾ ചിലപ്പം കണ്ടൻസ് ആയിട്ട് വീഴും. ആ കണ്ടൻസ്ഡ് ആയിട്ടുള്ള വെള്ളത്തുള്ളികളെ എടുത്തിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഒറ്റിക്കൊണ്ടേ നിൽക്കും. അതിനാണ് ഡ്രെയിൻ പാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മളെ വിൻഡോ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്ത് വരുന്നത്. ഒരൊറ്റ സെറ്റപ്പിലായിരിക്കും ഇത് മൊത്തം ഉണ്ടാവുക, ഒരൊറ്റ യൂണിറ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിന് യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്നും പേരുണ്ട്. പിന്നെ ഇത് എവിടെയൊക്കെയാ എന്തൊക്കെയാ ഐറ്റംസ് ഉള്ളതെന്നാണ് ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളെ വോള് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ വീടിന്റെ ചുമര് ഇവിടെ ഉണ്ടാവും. സെയിം സാധനം തന്നെയാ. കണ്ടൻസറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാന്, ഇവിടെ ആയിരിക്കും ഫിറ്റ് ചെയ്യുക. കംപ്രസർ, പിന്നെ ഉൾഭാഗത്താണ് ഇവാപ്പറേറ്ററും എക്സ്പാൻഷൻ വാൾവും ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫിഗർ ഏതാണോ അത് വരച്ചാൽ മതി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗർ ഒന്നും വരക്കണ്ട. പക്ഷെ കമ്പണൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഏത് എയർ കണ്ടീഷനിങ് ചോദിച്ചാലും അതിൻ്റെ അകത്ത് കംപ്രസറും കണ്ടൻസറും എക്സ്പാൻഷൻ വാൾവും ഇവാപ്പറേറ്ററും ഉണ്ടാവും. അത് എഴുതാൻ വിട്ടുപോരുത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഔചിത്യം പോലെ എഴുതേണ്ടതാണ്. കണ്ടൻസറിൻ്റെ അകത്ത് വരുന്നത് കണ്ടൻസർ ഫാനും, ഇവാപ്പറേറ്ററിൻ്റെ അകത്ത് വരുന്നത് ഇവാപ്പറേറ്റർ ഫാൻ അല്ലെ ഇവാപ്പറേറ്റർ ബ്ലോവർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ബാക്കി നിങ്ങളെ ഡ്രയർ, മീറ്ററിങ് ഡിവൈസ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരിക്കും ചിത്രം വരക്കുമ്പോളെ. നെക്സ്റ്റ് ഈ ഒരു ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. സ്പ്ലിറ്റ് എ സി ആണ് നമ്മൾ സാധാരണ ഇപ്പം വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മളെ കണ്ടൻസറും കംപ്രസറും നമ്മളെ റൂമിന്റെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവുക.
എന്നിട്ട് ഒരു പൈപ്പ് ലൈൻ വഴിയായിരിക്കും നമ്മൾ അതിൻ്റെ റെഫ്രിജറൻറ്റിനെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടാവുക. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങൾ ചുമരിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഒരു ചെറിയൊരു പെട്ടി ഉണ്ടാവും. ആ പെട്ടീൻ്റെ ഉള്ളിലാണ് നമുക്ക് അവിടെ ഏതൊക്കെ ഉണ്ടാവുക, നമ്മളുടെ ഇവാപ്പറേറ്റർ കോയിലും എക്സ്പാൻഷൻ വാൾവും അതിൻ്റെ ഉള്ളിലായിരിക്കും സ്ഥിതി ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഫിഗർ നമുക്ക് എടുക്കാം. നേരത്തെ കാണിച്ച അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഫിഗർ വരച്ചിട്ടുള്ളത്. ചാകുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളുടെ കണ്ടൻസർ കംപ്രസറും ഉള്ള സാധനം അതിവിടെ പുറത്താണ്ടാവും. ഇതാണ് നമ്മൾ റൂമിൻ്റെ പുറത്ത് വെക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തെല്ലാം കണ്ടൻസറും കംപ്രസറും, അതേപോലെ തന്നെ കണ്ടൻസറിന് ഒരു വലിയ ഫാൻ ഉണ്ടാവും. ആ ഫാനിൻ്റെ ആണ് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ ചിത്രം കാണുന്നത്. ആ ഫാൻ അവിടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ കണ്ടൻസറിൻ്റെ അകത്തുള്ള വരുന്ന എയറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എയർ കൂൾഡ് കണ്ടൻസറാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ, നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെട്ടിയാണ് ഉണ്ടാവുക. ഈ പെട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ഇവാപ്പറേറ്ററും പിന്നെ നമ്മളെ എക്സ്പാൻഷൻ ഡിവൈസ് ആണ്. എക്സ്പാൻഷൻ ഡിവൈസ് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. ഈ മീറ്ററിങ് ഡിവൈസ് തൽക്കാലം നമുക്ക് എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് കണക്ക് കൂട്ടിക്കണം. വാൾവ്, കാപ്പിലറി ട്യൂബ് ആണ് നമ്മൾ എക്സ്പാൻഷൻ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നേരത്തെ കാണിച്ച അതേ ഫിഗർ തന്നെയാണ്. നമ്മൾ ആകെയുള്ള വ്യത്യാസം വെച്ചാൽ ഇതുമായിട്ട് പൈപ്പ് ലൈൻ വഴിയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. 2 ലൈൻസ് ഉണ്ടാവും. പക്ഷെ രണ്ടും ഒന്നിച്ച് തന്നെ വെച്ചിട്ടുണ്ടാവുക. ഇൻസുലേറ്റഡ് ആയിരിക്കും. ഒന്ന് വെച്ചാൽ റെഫ്രിജറൻറ്റിനെ, തണുത്ത റെഫ്രിജറൻറ്റിനെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടും ഒന്ന് ചൂടായിട്ടുള്ള റെഫ്രിജറൻറ്റിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ്. രണ്ടും ഒരൊറ്റ പൈപ്പ് ലൈൻ വഴിയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇൻസുലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് രണ്ടും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല. നിങ്ങളുടെ AC ഒക്കെ എന്നിട്ട് പോയി കണ്ടു നോക്കുക, അപ്പം മനസ്സിലായിക്കോളും. ഇതാണ് ആകെ സ്പ്ലിറ്റ് AC-യും വിൻഡോ AC-യും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. സ്പ്ലിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസറും കംപ്രസറും വേറെ തന്നെ ഒരു സ്ഥലത്ത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. എക്സ്പാൻഷൻ വാൾവും ഇവാപ്പറേറ്ററും മാത്രമേ നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ രണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതിനോട്ടാണ് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് AC എന്ന് പറഞ്ഞിട്ട് പേര് വരാൻ കാരണം. ഓക്കെ, ബാക്കി വർക്കിംഗ് ഒക്കെ സെയിം തന്നെയാണ്. വർക്കിങ്ങിനെ പറ്റിയിട്ടൊന്നും അധികം പറഞ്ഞിട്ട് ഞാൻ സമയം കളയുന്നില്ല നമ്മളുടെ, കാരണം സ്റ്റാർട്ടിങ് 1ാമത്തെ ക്ലാസ് തൊട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇനി വിൻഡോ എയർ കണ്ടീഷനിങ്, സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഉള്ളത് ഐറ്റംസ് ഒക്കെ എന്താണ്, ഇവാപ്പറേറ്റർ, കംപ്രസർ, മോട്ടർ, കണക്റ്റിംഗ് പൈപ്സ് ആർ പ്ലേസ്ഡ് ഇൻ സെയിം ബേസ്. ഒരൊറ്റ ബോക്സിന്റെ ഉള്ളിലാണ് വിൻഡോ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്ത് നമ്മളത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം സ്പ്ലിറ്റ് AC-ൻ്റെ അകത്താണെങ്കിൽ അത് 2 യൂണിറ്റ് ആയിട്ടുള്ളത്, ഒരു ഇൻഡോർ യൂണിറ്റും ഒരു ഔട്ട്ഡോർ യൂണിറ്റും ആയിട്ട്. പിന്നെ ഒക്യുപ്പൈസ് മോർ സ്പേസ് ദാൻ സ്പ്ലിറ്റ് AC. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഏറ്റവും കുറേ സ്പേസ് ഇത് ഒക്യുപ്പൈ ചെയ്യും. അതേപോലെ തന്നെ നെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്നത് ഒക്യുപ്പൈസ് ലെസ് സ്പേസ്. പിന്നെ ഇതിൻ്റെ വിൻഡോ AC-ൻ്റെ ഇൻസ്റ്റലേഷൻ വളരെ എളുപ്പമാണ്. പക്ഷേ സ്പ്ലിറ്റ് AC ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രൊഫഷണൽ ആൾക്കാർ വരേണ്ടി വരും ഇത് സ്പ്ലിറ്റ് AC നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ കൂളിംഗ് യൂണിറ്റ് ഈസ് നോട്ട് പോസിബിൾ. പല സ്ഥലങ്ങളിലായിട്ട് കൂളിംഗ് യൂണിറ്റ് നടത്താൻ വേണ്ടി നമുക്കിത് പറ്റില്ല, കാരണം ഒറ്റ യൂണിറ്റിനുള്ളിൽ തന്നെ വരിക. അതേസമയം നമുക്ക് ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരൊറ്റ ജനറേറ്റർ വെച്ചിട്ട് കണ്ടൻസറും കംപ്രസർ യൂണിറ്റും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നോ അല്ലെ ഒന്ന് കൂടുതൽ റൂമിലോ എന്ത് കൊടുക്കുക, നമ്മളെ ഇൻഡോർ യൂണിറ്റ് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ടണ്ണേജ് കുറയുന്നേ ഉള്ളൂ. നമുക്ക് വേണേൽ നമ്മൾ കേബിളൊക്കെ ഒരു റൂമിലെ കേബിൾ 2-3 റൂമിലേക്ക് സ്പ്ലിറ്റ് ആക്കിയിട്ടൊക്കെ എടുക്കുന്നില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പൈപ്പ് ലൈൻ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. പിന്നെ വിൻഡോ എയർ കണ്ടീഷൻ എന്ന് വെച്ചാൽ ചീപ്പറാണ്, മറ്റേത് സ്വാഭാവികമായിട്ട് കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ വിൻഡോ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്ത് എല്ലാ സിസ്റ്റവും ഒരൊറ്റ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നത് കൊണ്ട് തന്നെ കംപ്രസറിൻ്റെയും കണ്ടൻസറിൻ്റെയും സൗണ്ട് നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മോർ നോയ്സി ആയിരിക്കും. അതേസമയം സ്പ്ലിറ്റ് AC-ൻ്റെ അകത്താണെങ്കിൽ നമ്മളെ റൂമിൻ്റെ പുറത്താണ് നമ്മൾ കണ്ടൻസറും കംപ്രസറും ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ലെസ് നോയ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈസി സർവീസബിലിറ്റി ആണ് വിൻഡോ എയർ കണ്ടീഷനിങ്ങിൻ്റെ അകത്ത്. ഡിഫിക്കൽട്ട് ഫോർ സർവീസ് ആയിരിക്കും സ്പ്ലിറ്റിൻ്റെ അകത്ത്. ലാസ്റ്റ് പറയുന്നത് മാക്സിമം കപ്പാസിറ്റി 2 ടൺ വരെയാണ് വിൻഡോ എയർ കണ്ടീഷനിങ്ങിൽ പറ്റുള്ളൂ.
സ്പ്ലിറ്റ് എ സിൻ്റെ അകത്താണെങ്കിൽ 2 ടൺ അല്ല, മാക്സിമം ഒരു 5 ടൺ വരെ മാക്സിമം പോളും. ഓക്കെ, 5 ടണ്ണിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അടുത്ത പുതിയൊരു സെറ്റപ്പ് എ സിനെയാണ് കൊണ്ടുവരിക. നിങ്ങൾ സെൻട്രലൈസ്ഡ് എ സി എന്നൊക്കെ പറഞ്ഞ സാധനം അതാണ്. നമുക്ക് ടണ്ണേജ് കുറച്ചുകൂടെ അധികം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രലൈസ്ഡ് എ സി കൊണ്ടുവരും ആ ഒരു ടൈമിൽ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇത് മൂന്നാമത്തെ സിസ്റ്റം, പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവേണ്ടതാണ്. എവിടെയാ കണ്ടിട്ടുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ പോക്കണ്ട, നമ്മളെ ഫെയർ ഇല്ലേ, കണ്ണൂർ സ്റ്റേഡിയത്തിലൊക്കെ ഓരോ മലബാർ മേളയും അങ്ങനത്തെ കുറെ മേളകളൊക്കെ വരും. എ സി ഫുള്ളായിട്ടുള്ള എ സി ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള മേളകളൊക്കെ ഉണ്ടാവും. അല്ലെ എക്സിബിഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുക പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഏതാണ്ട് നമ്മളെ എയർ കൂളർ പോലെ ഉണ്ടാവും കാണുമ്പോൾ. കൂളർ ഇല്ലേ, കൂളറിന്റെ അതേ ലുക്കിലാണ് ഉണ്ടാവുക. അതിന്റെ ഫോട്ടോ ഉണ്ട്, കാണിച്ചത് എന്താ ഇങ്ങനെ. കണ്ണൂര് ഞങ്ങൾ രാരാവിസിലൊക്കെ വന്നു കഴിഞ്ഞാലും രാരാവിസിലുണ്ട് ഈ സാധനം. അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ള എ സി ഇതാണ്. അവിടെ ഒരു മറ്റേ സ്പ്ലിറ്റ് എ സി ഉണ്ട്, അതിന് പുറമെ ഒരു എ സി ഇതും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 5 ടണ്ണൊക്കെയാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് മെയിനായിട്ട്. ബാക്കി കമ്പണൻസ് ഒക്കെ സെയിം തന്നെയാണ്. കംപ്രസറും കണ്ടൻസറിനെയും നമ്മൾ എവിടെ കൊണ്ട് വെക്കും? അടിഭാഗത്ത് വെക്കും. ഓക്കെ, നമ്മളെ നിലത്താണ് ഇത് സാധാരണ ഫിറ്റ് ചെയ്യല്. വെറുതെ നമ്മൾ കൂളറൊക്കെ ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിലത്ത് ഡയറക്റ്റ് വെക്കുക ചെയ്യുക. എന്നിട്ട് നമ്മൾ കൂളറിൽ നമ്മളെ ഫ്രിഡ്ജൊക്കെ ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡയറക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ പ്ലഗ് പോയിന്റ് കുത്തിക്കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ നമ്മളെ എക്സ്പാൻഷൻ വാൾവും ഇവാപ്പറേറ്ററും വരുന്നത് മോൾ ഭാഗത്തായിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു വെന്റിലേഷൻ കാണുന്നത്. ഓക്കെ, ബാക്കി വർക്കിംഗ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. വിൻഡോ എയർ കണ്ടീഷനിങ് പോലെ തന്നെയുള്ള ഒരു സെറ്റപ്പാണ്. പക്ഷേങ്കിൽ ടണ്ണേജ് കുറച്ച് കൂടുതലായിരിക്കുന്നേ ഉള്ളൂ. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് കുറച്ചുകൂടെ മോഡേൺ സെറ്റപ്പിലാക്കിയെന്നേ ഉള്ളൂ. ഒന്ന് ഇൻസുലേറ്റഡ് ഒക്കെ ചെയ്തിട്ട് കുറച്ചുകൂടെ സെറ്റപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ യൂണിറ്റിൽ തന്നെ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എല്ലാം കൂടി ഒരൊറ്റ പാക്കിലായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, പാക്കേജ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണ്. യൂണിറ്ററി എന്ന് വെച്ചാൽ ഒറ്റ യൂണിറ്റ് തന്നെ ഇതുള്ളത്. എല്ലാ സെറ്റപ്പും ഒരു യൂണിറ്റ് തന്നെയാണ് ഉള്ളത്. ബാക്കി പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. 3, 5, 7, 10, 15 ടണ്ണ് വരെയാണ് ഇതിന്റെ ടണ്ണേജ് കപ്പാസിറ്റി വരുന്നത്. അപ്പം അതിനൊട്ട് മേളയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു കൂളർ പോലത്തെ സെറ്റപ്പ് ഉണ്ടാവും. അത് ശരിക്കും കൂളറല്ല, പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. തണുപ്പൊക്കെ ഉണ്ടാവും അത്യാവശ്യം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് പോർട്ടബിൾ ആണ്. ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോർട്ടബിൾ ആയിട്ട് നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒരു നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്ന പോലെ തന്നെ ഇതിനെയും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എന്നാണ് ആകെയുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡക്റ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പക്ഷെ അന്നേരത്തെ നമ്മൾ ഡക്റ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഡക്റ്റ് എന്താണെന്ന് അറിയില്ല, എ സിന്റെ ഡക്റ്റ് മാത്രം നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് വലിച്ചിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിനെ നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മളെ റൂമിന്റെ പുറത്ത് കൊണ്ടു വെക്കുക, നമ്മളെ വീട്ടിന്റെ പുറത്ത്. എന്നിട്ട് ഒരു ഡക്റ്റ് വഴി ഇതിൻ്റെ അകത്തുള്ള എയറിനെ നമുക്ക് ഓരോ റൂമിലേക്ക് എത്തിച്ച് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഫിഗറും കൂടി ഉണ്ട്, കണ്ടാ മനസ്സിലാവും. ഇതാ ഇവിടെ ഈ കാണുന്ന ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ ഫുൾ പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനാ എല്ലാത്തിനും കൂടി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ റൂമിന്റെ പുറത്ത് വെക്കാം, നമ്മളെ വീട്ടിന്റെ പുറത്ത്. എന്നിട്ട് ജസ്റ്റ് ഡക്റ്റ് വഴി നമുക്ക് ഓരോ റൂമിലേക്ക് എന്ത് ചെയ്യാം, ഈ തണുത്ത എയറിനെ സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോ റൂമിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ റിട്ടേൺ എയർ ഡക്റ്റ്, ഓരോ റൂമിൻ്റെ അകത്ത് നിന്ന് വലിച്ചെടുത്ത എയറിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു റിട്ടേൺ എയർ ഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്നത്. ഇതിലും ഉള്ള കമ്പോണൻസ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മളെ വിൻഡോ എയർ കണ്ടീഷനിങ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്തും ഉണ്ട്. ആകെയുള്ള വ്യത്യാസം വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ റൂമിന്റെ പുറത്തും കൂടി എടുത്ത് വെക്കാം. നോയ്സി ഒക്കെ തന്നെ ആയിരിക്കും ഇത്.
അതാണ് പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം വരുന്നത്. മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ്ങും വിൻഡോ എയർ കണ്ടീഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അതല്ലെങ്കിൽ സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ്ങും പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ്ങും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. വ്യത്യാസമൊക്കെ സെയിം ഒക്കെ തന്നെയാണ്. പക്ഷെ പാക്കേജിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ടണ്ണേജ് കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ വിട്ടിട്ട് ഇനിയാണ് നമ്മൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. അതിൻ്റെ വേറൊരു പേരാണ് ഓൾ എയർ സിസ്റ്റം ഓർ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് സെൻട്രലൈസിയും വരുന്നത്. ഓക്കെ, പക്ഷെ ഒരു വലിയൊരു യൂണിറ്റ് ആയിരിക്കും നമുക്ക് ഹൈ ടണ്ണേജ് ഓഫ് കപ്പാസിറ്റി കിട്ടും. നമ്മൾ ഷോപ്പിംഗ് മോളിലൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെ സിനിമ തിയേറ്ററിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഭാഗത്തു നിന്ന് എല്ലാ എയറിനെയും തണുപ്പിച്ച് ഫുൾ സെറ്റാക്കി കംപ്രസറും കണ്ടൻസറും എല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിലുണ്ടാവും. അവിടെ നിന്ന് ഡക്റ്റ് വഴി നമ്മൾ ഏതൊക്കെ റൂമിലാണോ നമുക്ക് ആവശ്യം ആ റൂമിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഈ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. എ ടിപ്പിക്കൽ സെൻട്രൽ എയർ കണ്ടീഷൻ സിസ്റ്റം ഈസ് എ 2-part സ്പ്ലിറ്റ് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. ബാക്കിയുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, നോക്കണ്ട. നമുക്ക് പാർട്സ് ഓഫ് സെൻട്രലൈസ് തൊട്ട് തുടങ്ങാം. എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് നോക്കാം. പക്കാ തിയറിയാണ് 6ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓടിച്ചു വിടുന്നത്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കാനുള്ളത്. പാർട്സ് ഓഫ് എ സെൻട്രൽ എയർ കണ്ടീഷൻ 2 യൂണിറ്റ് ആയിട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. ഔട്ട്ഡോർ യൂണിറ്റ് കണ്ടെയ്ൻസ് കണ്ടൻസർ, കോയിൽ ആൻഡ് കംപ്രസർ, പിന്നെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആൻഡ് ഫാൻസ്. ഇലക്ട്രിക്കൽ കമ്പോണൻസിന് എഴുതാൻ വിട്ടുപോയാലും പ്രശ്നമൊന്നുമില്ല. കണ്ടൻസറും കംപ്രസറും, കണ്ടൻസറിനെ തണുപ്പിക്കാനുള്ള ഫാനും ഔട്ട്ഡോർ യൂണിറ്റ് ആയിട്ടുണ്ട്. ഇവാപ്പറേറ്റർ കോയിൽ വിച്ച് ഇസ് യൂഷ്വലി ഇൻസ്റ്റാൾഡ് ഓൺ ടോപ്പ് ഓഫ് ഗ്യാസ് ഫർണസ് ഇൻസൈഡ് ദ ഹോം. ഇവാപ്പറേറ്റർ കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിലാണ് വെക്കുക. നമ്മൾ വീട്ടിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനിൽ വെച്ചിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ ഡക്റ്റ് വഴി ഓരോ റൂമിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ എ സീരീസ് ഓഫ് പൈപ്സ് ഓർ റെഫ്രിജറേഷൻ ലൈൻ കണക്ടിങ് ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എക്യുപ്മെന്റ്സ്. ഇൻസൈഡ് എക്യുപ്മെന്റും ഔട്ട്സൈഡ് എക്യുപ്മെന്റ്സും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീരീസ് ഓഫ് പൈപ്പ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഡക്റ്റ് വഴി ഉള്ളിലേക്ക് കടത്തി വിടലാണ്. അതിനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു സെൻട്രൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഉണ്ടാവും. ആ മെയിനായിട്ട് ഫുൾ എയർ, തണുത്ത എയർ വരുന്നത് ഇവിടത്തേക്കായിരിക്കും. ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് നിന്നാണ് നമ്മൾ ഡക്റ്റ് വഴി നമുക്ക് ഓരോ റൂമിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് എയർ വേണോ ആ അത്രയും ക്വാണ്ടിറ്റി ഓഫ് എയർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ റൂമിലേക്ക് സപ്ലൈ ചെയ്യാം. ഇതൊരു റൂമാണെന്നിരിക്കും, വേറെ റൂമാണെന്നിരിക്കും. ഇൻ കേസ് എനിക്ക് ഈ റൂമിൽ കുറച്ച് അധികം വേണമെന്നിരിക്കാം, അപ്പൊ ഞാൻ ഇവിടെ ഡാമ്പേഴ്സ് എന്ന് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യും. ഡാമ്പർ എന്താണെന്ന് അറിയില്ല. ഡാമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 വേ വാൾവ് പോലെ തന്നെയാണ്, ഇങ്ങനെ ഒരു സാധനം. ഇനി ഇവിടെ എനിക്ക് കുറച്ചേ വേണ്ടുവന്നിരിക്കും, അപ്പൊ ഞാൻ ആ വാൾവ് കുറച്ചുകൂടെ അടഞ്ഞിട്ടുള്ള സെറ്റപ്പിലായിരിക്കും അവിടെ ഡാമ്പർ വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ എനിക്ക് ഓരോ റൂമിലുള്ള ഫ്ലോനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഡിസ്ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ്, ഏരിയയും ഇൻറ്റു വെലോസിറ്റിയും. അറിയുന്ന കാര്യങ്ങളാണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് നമ്മൾ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഡാമ്പേഴ്സ് വെച്ചിട്ടാണ്. അതിൻ്റെ പേര് ഡാമ്പേഴ്സ്. ഏരിയന് മാത്രമല്ല വെലോസിറ്റിനെയും നമുക്ക് ഡാമ്പർ വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഡാമ്പറൊക്കെ പ്രൊവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഷോപ്പിംഗ് മോളിലൊക്കെ പോയ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും. ഷോപ്പിംഗ് മോളിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ ഈ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടാവും. ഫുഡ് കോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയ്ക്ക് AC-ന്റെ ആവശ്യം വരുന്നില്ല. കാരണം അവിടെ എന്തായാലും ചൂട് കൂടുതലുള്ള സ്ഥലം തന്നെയായിരിക്കും. അവിടെ നിന്ന് കുക്കിംഗ് ഒക്കെ അവിടെ നിന്ന് തന്നെ നടക്കുന്നതുകൊണ്ട് അവിടെ സ്വാഭാവികമായിട്ട് ചൂട് കൂടുതലൊക്കെ തന്നെയായിരിക്കും. നമ്മൾ എത്ര തണുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും
നമ്മളെ എ സിന്റെ കപ്പാസിറ്റി വെറുതെ കുറക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും ചൂട് അവിടെ ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെ കിട്ടേണ്ട ചൂടായിരിക്കില്ല നമുക്ക് ഓരോ റൂമിൽ കിട്ടേണ്ടത്, നമ്മളെ ഡ്രസ്സിന്റെ ഷോപ്പിന്റെ അകത്തൊക്കെ കിട്ടേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ചൂടായിരിക്കില്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിന്റെ, അത് നമ്മൾ ഷോപ്പിംഗ് മോളിൽ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റിൽ കിട്ടേണ്ട തണുപ്പും ചൂടൊക്കെ വ്യത്യാസമായിരിക്കും. ഓരോ റൂമിൽ ഓരോരോ ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ഓരോ എമൗണ്ട് ഓഫ് ഹീറ്റ് ആയിരിക്കും നമുക്ക് അബ്സോർബ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഡാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കും ഇതിന്റെ പാത്തിൽ. ഓക്കെ, അതിന്റെ പേരാണ് എന്തെന്ന് സപ്ലൈ ഡിഫ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡാമ്പേഴ്സിന്റെ പേരാണ് സപ്ലൈ ഡിഫ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ സ്ഥലത്തേക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് എയർ വേണോ അതിന് കണക്കായിട്ടുള്ള എയർ മാത്രമേ ഓരോ റൂമിലേക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യൂ. ഇതാണ് സെൻട്രൽ എയർ കണ്ടീഷനിൽ വരുന്നത്. ഇതിലും ഉപയോഗിക്കുന്ന സെറ്റപ്പ് ഒക്കെ സെയിം ആണെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ഐറ്റം കൂടി ഉണ്ട്. അതിനാണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. AHU എന്ന് പറയും, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്. ആ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ആണ് ഓരോ സ്ഥലത്തേക്ക് എത്രത്തോളം എയർ സപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഇതാണ് ഓൾ എയർ സിസ്റ്റം എന്ന് പേര് വരാൻ കാരണം അതുകൊണ്ടാണ്. നമ്മൾ എയറിനെ മാത്രമേ എല്ലാ ഭാഗത്തേക്കും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നുള്ളൂ. ഈ വീടിന്റെ ഏതൊരു പോർഷൻ എടുത്താലും അവിടെയൊക്കെ എന്താ ഉള്ളത്, നമ്മൾ ഈ തണുപ്പിച്ച് കിട്ടിയ എയറിനെ ഡക്റ്റ് വഴി പാസ് ചെയ്യിച്ചിട്ട് അതിനെയാണ് നമ്മൾ ഓരോ ഡക്റ്റ് കൂടെ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും, ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ സപ്ലൈ ഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ യൂണിറ്റ് ആണ്. അതിന്റെ പേരാണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ താഴത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് സെൻട്രൽ എയർ കണ്ടീഷനിങ്ങിൽ വരുന്നത്. ഇതിനെ ഓൾ എയർ സിസ്റ്റം എന്നും പറയുന്നുണ്ട്. കാരണം എയർ മാത്രമാണ് നമ്മൾ ഫുള്ളായിട്ട് തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജന്റ്, റൂം തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ തന്നെ ഫിഗറാണത്. നെക്സ്റ്റ് ഉള്ളത് ചിൽഡ് വാട്ടർ എയർ കണ്ടീഷനിങ്. ഓൾ എയർ സിസ്റ്റത്തിന് പകരം നെക്സ്റ്റ് വരുന്ന സിസ്റ്റമാണ് ചിൽഡ് വാട്ടർ എയർ കണ്ടീഷനിങ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുക എന്തായിരിക്കും, എയറിന് പകരം വെള്ളത്തിനെ വെച്ചിട്ടാണ് തണുപ്പിച്ചിട്ട് നമ്മൾ ഓരോ റൂമിലേക്ക് പൈപ്പ് ലൈനിൽ കൂടെ കൊടുക്കുക. അപ്പൊ നമ്മളൊരു റൂമില്ലാത്ത, ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, തണുത്ത വെള്ളം ഒരു കോയിലാക്കിയിട്ട് നമ്മളെ എവിടെയാണോ കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസ് ഉള്ളത് അവിടത്തേക്ക് കൊടുക്കും. ഈ തണുത്ത വെള്ളം എങ്ങനെയാ തണുപ്പിക്കുന്നുണ്ടാവുക, നമ്മളെ സാധാ റെഫ്രിജറേറ്റർ പോലെ തന്നെ. എയർ കണ്ടീഷൻ സിസ്റ്റത്തിന് പകരം റെഫ്രിജറേറ്റർ വെക്കും. ഈ റെഫ്രിജറേറ്റർ വഴി തണുത്ത എയറിനെ നമ്മൾ കണ്ടീഷൻഡ് സ്പീഡ്, നമുക്ക് എവിടെയാണോ കണ്ടീഷൻ ചെയ്യാനുള്ള സ്പേസ് ഉള്ളത് അവിടത്തേക്ക് കടത്തിവിടും പൈപ്പ് ലൈനിൽ കൂടെ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ റൂമിലേക്ക് വരുന്ന എയർ സ്വാഭാവികമായിട്ട് ഈ തണുത്ത വെള്ളത്തിന്റെ എയർ സപ്ലൈ കൂടെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഇതുവഴി കോണ്ടാക്ട് വഴിയായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും, ഈ തണുത്ത വെള്ളത്തിന്റെ അകത്തുള്ള തണുപ്പ് നമ്മളെ ഈ കടന്നു വരുന്ന എയർ വലിച്ചെടുത്തിട്ട് ഈ കണ്ടീഷൻ റൂമിലുള്ള ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടി നോക്കും. എന്നുവെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് നമ്മൾ ചീപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഫ്രിജറേഷൻ സിസ്റ്റമാണ്, അല്ല എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. നമ്മൾ വെള്ളത്തിനെ പുറത്തുനിന്ന് ഔട്ട്സൈഡ് നമ്മൾ തണുപ്പിച്ചിട്ട് ഒരു കോയിൽ വഴി നമ്മളെ കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസിലേക്ക് കടത്തിവിടും. എന്നിട്ട് അവിടെയാണ് നമ്മൾ സപ്ലൈ എയർ വേറെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ എയർ ഈ തണുത്ത വെള്ളമായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ പൈപ്പ് ലൈനുമായിട്ട് മിക്സ് ആക്കിയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കർ ചെയ്യും. ആ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ റേറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന തണുപ്പ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില സ്ഥലങ്ങളിൽ ആൾക്കാർ രാത്രി AC ഇട്ടിട്ട് പോയിട്ട് രാവിലത്തേക്ക് വടിയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ടാവുന്നതായിരിക്കും. നമ്മൾ ഈ ഹോട്ടൽ മുറികളിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് വടിയായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞു, മരിച്ച അവസ്ഥയിലൊക്കെ കണ്ടു എന്നൊക്കെ. അത് കാരണം എന്ന് വെച്ചാൽ റെഫ്രിജറന്റ് ലീക്കിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ടോക്സിക് ആണ്. അപ്പൊ അന്നേരത്തുള്ള കണ്ടീഷൻ, ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഫ്രിജറന്റുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത വെള്ളത്തിനെ സെപ്പറേറ്റ് തണുപ്പിച്ചിട്ട്
നമ്മളെ റൂമിലേക്ക് കൊടുക്കുന്നത് പൈപ്പ് ലൈൻ വഴി. നമ്മളെ കോപ്പർ ട്യൂബ്സ് വഴി ഈ കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസിൽ മൊത്തം നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സപ്ലൈ എയർ ഡയറക്റ്റ് ഈ വെള്ളത്തിന്റെ പൈപ്പ് ലൈനായിട്ട് കോണ്ടാക്ട് വരും. അവിടെ നിന്ന് തണുത്തിട്ടാണ് തിരിച്ച് നമ്മളുടെ എയറിനെ നമ്മളെ റൂമിലുള്ള സ്പേസിനെ കണ്ടീഷൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇൻ കേസ് ലീക്കേജ് വന്നാലും എന്തേ ലീക്ക് ആവുള്ളൂ, നമ്മളെ വെള്ളം മാത്രമേ ലീക്ക് ആവുള്ളൂ. അത് ഒരു കാലത്തും ടോക്സിക് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധ ഹാംഫുൾ എഫക്റ്റും ഉണ്ടാവില്ല. പക്ഷെ നേരത്തെ കാണിച്ച സെൻട്രൽ എയർ കണ്ടീഷനിങ്ങിന്റെ അത്രത്തോളം തണുപ്പ് നമുക്ക് ഇവിടെ കിട്ടൂല. ഈ ചിൽഡ് വാട്ടർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് നമുക്ക് കിട്ടില്ല. ഓക്കെ, അതാണ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് ഒക്കെ സെയിം തന്നെയാണ്. ഇവാപ്പറേറ്റർ ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, പിന്നെ ഒരു കൂളിംഗ് ടവർ ഉണ്ട്. കൂളിംഗ് ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കണ്ടൻസറിൻ്റെ അകത്തുള്ള ഇതിനാ റെഫ്രിജറന്റിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കൂളിംഗ് ടവർ എന്ന് പറയുന്നത്. കൂളിംഗ് ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഒരു വെള്ളത്തിന്റെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് വേറെ തന്നെ സർക്യൂട്ടാണ്. ഫിഗറിലേക്ക് പോവാം. അപ്പോൾ റെഡി ആയിക്കോളും. ഇതാണ് ഇതിന്റെ ഫിഗർ വരുന്നത്. കൂളിംഗ് ടവർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ആണ്. കൂളിംഗ് ടവറിൻ്റെ അകത്ത് വേറെ തന്നെ ഒരു സർക്യൂട്ടാണ്, പൈപ്പ് ലൈൻ സർക്യൂട്ട്. അവിടെ നടക്കുന്നത് വെച്ചാൽ നമ്മൾ തണുത്ത വെള്ളത്തിനാണ് പമ്പ് വഴി കൂളിംഗ് കോയിലിലേക്ക് കടത്തി വിടും. ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇവിടെ മാറി സാധാ റെഫ്രിജറേഷൻ സിസ്റ്റം നോക്കിയിട്ട് നമുക്ക് ഇവിടത്തേക്ക് പോവാം. നമ്മളെ കംപ്രസർ ഇവിടെയുണ്ട്, കണ്ടൻസർ ഇവിടെയുണ്ട്, എക്സ്പാൻഷൻ വാൾവ് ഇവിടെയുണ്ട്, ഇവാപ്പറേറ്റർ ഇവിടെയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകുന്ന മൊത്തം എന്തായിരിക്കും? റെഫ്രിജറന്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് റെഫ്രിജറന്റ് ആയിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ നടുവിൽ കാണുന്ന ഇത്രയും ഭാഗത്ത് ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൾവ്. ഈ കണ്ടൻസറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോ ഉപയോഗിക്കുന്നത്? കൂളിംഗ് ടവറിനെ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ സീരീസിന് ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കൂളിംഗ് ടവർ, ഏതെങ്കിലും ഒരു കൂളിംഗ് ടവറിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും എഴുതി വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് കൂളിംഗ് ടവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടൻസറിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന കടത്തിവിട്ട തണുത്ത വെള്ളം എന്താവും? കണ്ടൻസറിൻ്റെ അകത്ത് നമ്മൾ കടത്തിവിട്ടുള്ള തണുത്ത വെള്ളത്തിനെ അത് ചൂട് വലിച്ചെടുക്കും. കണ്ടൻസറിൻ്റെ അകത്തുള്ള അത് ഹോട്ട് വാട്ടർ ആയിട്ട്, ആ ഹോട്ട് വാട്ടറിനെ നമ്മൾ മുകളിൽ കൂടെ സ്പ്രേ ചെയ്ത് വിടും. സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉള്ളിൽ ഒരു ഫില്ലർ മെറ്റീരിയൽ ഉണ്ടാവും. ഫില്ലർ മെറ്റീരിയലിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതാണ്. ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ വെള്ളം മെല്ലെ മെല്ലെ പതിയെ താഴത്തേക്ക് ഉറ്റി വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫില്ലർ മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൈക്കോലും കാര്യങ്ങളൊക്കെയാണ് ഈ ഫില്ലർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുക. നമ്മളെ പശുവിന് കൊടുക്കുന്ന വൈക്കോലൊക്കെ ഉണ്ടല്ലോ, അതിവിടെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. നിറച്ച് വെക്കുന്ന സമയത്ത് ഈ വെള്ളത്തിന്റെ ഡ്രോപ്ലെറ്റ്സ് ഓരോ ഇതിൻ്റെ അകത്തൂടെ മെല്ലനെ ആയിരിക്കും തിരിച്ചു വരിക. ആ സമയം കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എയറിനെ കടത്തി വിടും. ഇവിടുന്നും ആയിട്ട് എയറിനെ കടത്തി വിട്ടിട്ട് ഈ കണ്ട ചൂട് വെള്ളത്തിനെ തണുപ്പിച്ചിട്ട് താഴത്ത് സ്റ്റോർ ചെയ്യും. ഈ തണുത്ത വെള്ളത്തിനാണ് നമ്മൾ അഗെയിൻ കണ്ടൻസറിലേക്ക് കടത്തി വിട്ടിട്ട് പിന്നെയും ചൂടുവെള്ളമായിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇതൊരു സർക്യൂട്ടാണ്. ഇവിടെയും നമ്മൾ തണുപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ വെള്ളം തന്നെയാണ്. കണ്ടൻസറിനെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ലിക്വിഡ് റെഫ്രിജറന്റ് നമ്മൾ ഇവാപ്പറേറ്ററിലേക്ക് എത്തും, തണുത്ത റെഫ്രിജറന്റ്. ആ തണുത്ത റെഫ്രിജറന്റിനെ നമ്മൾ പൈപ്പ് ലൈൻ വഴി വെള്ളത്തിലോട്ട് കടച്ചാക്കും. തണുത്ത റെഫ്രിജറന്റ് അല്ല, ഇവിടെ നമ്മൾ വേറൊരു വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് ലൈനാണ് ചിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസിൽ കൂടെ കടത്തി വിടും. എന്നിട്ട് നമുക്ക് വരുന്ന എയറിനെ നമ്മൾ ഈ തണുത്ത വെള്ളത്തിന്റെ സർക്യൂട്ടിലൂടെ കടത്തി വിട്ടാൽ നമുക്ക് കിട്ടുന്ന എയർ തണുത്തതായിരിക്കും. അത് വേറൊരു സർക്യൂട്ട് വഴി അതിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കടത്തി വിടുന്നുണ്ടാവും. ഓക്കെ, ഇത് കുറച്ച് എയർ ഔട്ടിലേക്ക് പോകും, ചില എയർ റീസർക്കുലേറ്റ് ചെയ്യും. ആ പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റിട്ടേൺ എയറിനെ നമ്മൾ ഭൂരിഭാഗം എയറും നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് പുറന്തള്ളപ്പെടും. കുറേ എയറിനെ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്യും. ഈ രണ്ട് പ്രോസസ്സ് ഇവിടെ നടക്കും. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയാകുമ്പം ഈ എയറിൻ്റെ അകത്തുള്ള ചൂട് വലിച്ചെടുത്ത വെള്ളം തിരിച്ച് ഇവാപ്പറേറ്ററിലേക്ക് തന്നെ വരും. ഇവാപ്പറേറ്ററിൽ തണുപ്പുള്ള സ്ഥലമാണ്. ഇപ്പം രണ്ടാമത് എന്താവും? തണുത്ത വെള്ളമായിട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പോകും. ഇങ്ങനെ രണ്ട് വെള്ളത്തിൻ്റെ സർക്യൂട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ
നമ്മൾ ഓൾ വാട്ടർ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളിവിടെ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ നമ്മൾ റൂമിൻ്റെ ഉള്ളിലും കണ്ടൻസറിനെയും തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ചാൽ വെള്ളമാണ്. അതുകൊണ്ടാണ് ആ ഒരു പേര് ഇടാൻ കാരണം. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. പക്കാ തിയറിയാണ് ഫുള്ള്.